ഹലോ ഓൾ. സോ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സാം സ്ട്രാറ്റജീസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ആ ഒരു വലിയ കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. നീറ്റ് എക്സാം അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ടൈം മാനേജ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ. കാരണം നമുക്ക് ആ ചോദ്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. ഇത്തവണയാണെങ്കിൽ 200 ചോദ്യങ്ങളാണ് മുഴുവനുള്ളതെങ്കിൽ നമുക്ക് ഉള്ളത് 180 മിനിറ്റ് മാത്രമാണ് ടോട്ടൽ ഉള്ളത്. സോ ഇതിനകത്ത് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ സമയം കളയാതെ എക്സാം എഴുതി തീരാം എന്നുള്ളത് ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും ബേസിക്കലി വേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ പഠിക്കണം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം വളരെ ചുരുക്കത്തിൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോയി 200 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഏറ്റവും ബേസിക് എയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ 200 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് തീർക്കണം. 200 ക്വസ്റ്റ്യൻ്റെ ഇടയിലെല്ലാമായിട്ട് നമുക്കറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 200-ൽ 100 ക്വസ്റ്റ്യൻസ് എങ്കിലും ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും. ആ 100 ക്വസ്റ്റ്യൻസ് പെറുക്കിയെടുത്ത് ആൻസർ ചെയ്യാന്നുള്ളത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് എല്ലാവർക്കും. സോ അതിലേക്ക് എത്താനുള്ള സമയം എങ്ങനെ സേവ് ചെയ്യാം? വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ സപ്പോസ് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വായിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, ഓക്കെ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, സോ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ ഒരു ടിക്ക് ഇടുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തേക്കുക ആൻഡ് സോൾവ് ഇറ്റ്. അതാണ് അതിൻ്റെ ട്രിക്ക്. നമ്മൾ അത് അപ്പം തന്നെ അതെന്ത് ചെയ്യുക, അതിനെ അങ്ങ് സോൾവ് ചെയ്തേക്കുക. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അങ്ങ് സോൾവ് ചെയ്തേക്കുക അതേ സമയത്ത് തന്നെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ്, വലിയ ഫിഗർ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിനകത്തേക്ക് ഒരു 10 സെക്കൻഡ്സ് ടൈം, ഞാൻ പറയുന്നത് 10 സെക്കൻഡ്സോ 20 സെക്കൻഡ്സോ ടൈം അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിനൊരു ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് ആ ക്വസ്റ്റ്യനെ ലീവ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലീവ് ചെയ്യാൻ നമ്മൾ മറന്നാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ പുറത്ത് സമയം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ അടുത്ത ക്വസ്റ്റ്യന് കിട്ടാനുള്ള സമയം നമുക്ക് നഷ്ടമായി പോകും. ഇങ്ങനെ ക്രോസ് ചെയ്തിടുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് ആദ്യം പറഞ്ഞ പോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ടേക്കുക അവിടെ. അതിന് ചുറ്റും എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇടുക ആൻഡ് യു ക്യാൻ സോൾവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ്ലി പോയിട്ട് ആ ക്വസ്റ്റ്യൻ അങ്ങ് സോൾവ് ചെയ്തേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഓക്കെ ഈ ക്വസ്റ്റ്യൻ കൊള്ളാം, എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് ഒക്കെ ആയി കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് വഴിയിൽ വെച്ച് കൺഫ്യൂഷൻ ആയി പോകുന്ന ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കുക, അത് ലീവ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. സോ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്നതാണെങ്കിൽ ടിക്ക് ചെയ്യുക, അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്രോസ് ചെയ്തിട്ട് ലീവ് ചെയ്യുക. ഇനി കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് വരച്ചതിന് ശേഷം ലീവ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെ റൗണ്ട് വരച്ച ക്വസ്റ്റ്യൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക. ആ റൗണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ചെയ്ത് നോക്കുക എന്നുള്ള നിലയിലാണ്. സോ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്ത് ഈ രീതിയിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേവ് മോർ ടൈം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ്, ഡീറ്റെയിൽ ലൈവ് സെഷൻസ് എല്ലാം നമ്മുടെ കലാശക്കൊട്ടിൻ്റെ എൻഡിൽ വരുന്ന ലൈവ് സെഷനിൽ പറയുന്നുണ്ടാവും. സോ അതുവരേക്കും നിങ്ങൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാത്തിനും ഇതുപോലെ വീഡിയോ ആയിട്ട് തന്നെ സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും. ബൈ.